അത് ഇരിക്കേണ്ടിടത്ത് ഇരിക്കുന്നുണ്ടോ എന്നതാ കാര്യം. നിങ്ങൾ അവളോട് ചോദിച്ചില്ലേ? നോക്കൂ, നിങ്ങൾക്കതിന്റെ ഇമ്പോർട്ടൻസ് അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആന്റി അതിന്റെ വിലയെപ്പറ്റി എനിക്ക് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് വരെ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ? നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. സ്വാഭിമാനത്തെപ്പറ്റി ഘോരം സംസാരിക്കുന്ന നീ അത് നിന്റെ ലൈഫിലും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. നീ അതിനെപ്പറ്റിയൊക്കെ എന്റെ അടുത്ത് സംസാരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ചില ആളുകള് സ്വന്തം കാലിനടിയിലുള്ള അഴുക്ക് കാണില്ല. അത് കാണിക്കാനാ ഞാൻ വന്നേ. നോക്ക്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറ, ചുറ്റി വളച്ച് പറയാൻ നിൽക്കണ്ട. എനിക്കും ഡയറക്റ്റായിട്ട് പറയാൻ ആഗ്രഹം. നീയും അത് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എന്തിനു വെറുതെ ഇരിക്കണം? ആരുടെയെങ്കിലും സാധനം വാങ്ങിച്ചാ അത് ശരിയായ സമയത്ത് തിരിച്ചു കൊടുക്കാനുള്ള ബോധം ഉണ്ടായിരിക്കണം. എന്റെ കയ്യിൽ തന്നതല്ലേ, അത് ഞാൻ ഒളിപ്പിച്ചു വെക്കാം എന്ന് പ്ലാൻ ചെയ്യുകയല്ല വേണ്ടത്. സാഹിത്യ, എന്താ നീ ചെയ്യുന്നത്? നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണാവില്ലേ? തല മറന്ന് എണ്ണ തേക്കാൻ നിൽക്കരുത് നീ. നാണം ആവണ്ടവർക്കാവുന്നില്ലെങ്കിൽ ഞാൻ എന്തിനു നാണിക്കാതിരിക്കണം? എന്റെ ആഗ്രഹം നടത്തേണ്ടത് എന്റെ മാത്രം ആവശ്യം. അത് നടത്തിയെടുക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. നീ എന്താ സംസാരിക്കുന്നെന്ന് കുറച്ചെങ്കിലും ബോധമുണ്ടോ നിനക്ക്? നിന്റെ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് എന്നെ നാണം തോന്നുന്നു. മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു എന്നത് എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഈ വീടിന്റെ മൂത്ത മരുമകൾക്ക് കിട്ടേണ്ടതാണ്. മൂത്ത മരുമകളാകാൻ പോകുന്നത് ഞാനാ. എനിക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. സാഹിത്യ, വേദാന്ത്, ഒരു മിനിറ്റ്. കാര്യം ഇതാണെന്ന് ആദ്യമേ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊക്കെ സംസാരം ഇവിടെ നടക്കില്ലായിരുന്നു. അവള് പറഞ്ഞത് കറക്റ്റാ. ഇത് അവൾക്കുള്ളതാ. ഞാൻ ഇത്രയും ദിവസം സൂക്ഷിക്കാൻ പാടില്ലായിരുന്നു. എന്തോ ദാനമായിട്ട് തരുന്നത് പോലെ അധികം ഡയലോഗ് അടിക്കണ്ട. നീ എനിക്ക് ദാനമായി തരാൻ ഇത് നിന്റേതല്ല, ഇതെന്റെയാ. ബൈ മിസ്റ്റേക്ക് ആയിട്ടത് നിനക്ക് കിട്ടി, അത്രേ ഉള്ളൂ. ഒരുപാടൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അമ്മ. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വളയം കഴിച്ചു വെച്ചേക്ക. മറ്റൊരാളുടെ സാധനം വേറൊരാളുടെ അടുത്തുണ്ടെങ്കിൽ അത് ആർക്കാണോ കിട്ടേണ്ടത് അത് അവർക്ക് തന്നെ കിട്ടും. ഇവിടെ ഇപ്പൊ അതാ നടന്നത്.
ഡാമിറ്റ്, ഒരാള് കൊടുത്ത ഗിഫ്റ്റ് തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള കോമൺ സെൻസ് പോലുമില്ല ഇവക്ക്. മാനേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ബാക്കി എന്തുണ്ടായിട്ട് എന്താ കാര്യം? മുത്തശ്ശി എന്നാ വളകൾ അവർക്ക് കൊടുത്തപ്പോ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നു വിചാരിച്ചതാ. അന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഞാൻ മുൻകൂട്ടി കണ്ടത്, അതൊക്കെ നടന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. എല്ലാവരും മൂഡ് ഓഫ് ആയി ഇപ്പോ. എല്ലാത്തിനും കാരണം സാഹിത്യ. ഡാമിറ്റ്. ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല ചേട്ടാ. ഇതിൽ അമൂല്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതെനിക്ക് അറിയുന്ന കാര്യവും ആദ്യ. പക്ഷെ ഇപ്പോ അമൂല്യക്കും വീട്ടുകാർക്കും നമ്മൾ കാരണം അതൊരു ഇൻസൾട്ട് ആയില്ലേ? ദാറ്റ്സ് മൈ കൺസേൺ. എനിക്ക് മനസ്സിലാവും ചേട്ടാ. നീ ഒന്നും ആലോചിക്കേണ്ട, എല്ലാം ശരിയാവും. ആരതി അമൂല്യയെ സമാധാനപ്പെടുത്താൻ പോയിട്ടുണ്ട്. സാഹിത്യം ഇത്രയും ചീപ്പായി പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോളെ. വന്ന് ആ സാഹിത്യപ്പന്റെ തലയിൽ കയറി നിരങ്ങുക. ബ്ലഡി നോൺസെൻസ്. സാഹിത്യം അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് ഒരു ആശ്ചര്യമില്ല ചേട്ടാ. അവളെപ്പറ്റി ഞങ്ങൾ എന്താണോ വിചാരിച്ചു വെച്ചത്, അവൾ അതുപോലെ തന്നെ പ്രവർത്തിച്ചതും. പക്ഷെ അമൂല്യ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് മേലെയാണ് ഏട്ടാ. അതെ ചേട്ടാ, മുത്തശ്ശി അത് എത്ര സ്നേഹത്തോടെയാണ് കൊടുത്തതെന്ന് അറിഞ്ഞിട്ടും അമ്മു അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ അത് തിരിച്ചു കൊടുത്തില്ലേ? ഇതെല്ലാവർക്കും ഉള്ള ഒരു ഗുണമല്ല ചേട്ടാ. കൺമുന്നിൽ ഈ പ്രശ്നം നടന്നപ്പോ അതിനെതിരായി ഒന്നും സംസാരിക്കാൻ പറ്റാത്തതിലായിരുന്നു മോളെ എന്റെ സങ്കടം. എന്റെ സിറ്റുവേഷനും അങ്ങനെയായിരുന്നു. അമ്മു ഈസ് എ ജെം. ഞാൻ അവളുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷെ ഫാമിലി എല്ലാവരും ഒന്നിച്ചാ ഉള്ളത്. നമ്മുടെ സംസാരം കൂടിപ്പോയാ അതെല്ലാവർക്കും വിഷമാവും. പിന്നെ എല്ലാവർക്കും വിഷമാവുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ മിണ്ടാതെ ഇരുന്ന് തന്നെ. ചിലപ്പോ അമൂല്യോ ആ റീസൺ കൊണ്ടായിരിക്കും മിണ്ടാതിരുന്നത്. അത് ചേട്ടാ, ഇത് ഇന്നത്തെ സിറ്റുവേഷൻ മാത്രമല്ല. ഇനി അങ്ങോട്ടും രണ്ട് ഫാമിലിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതി തന്നെയാ മിണ്ടാതെ ഇരുന്നത് അവിടെ. നിനക്കറിയേട്ടാ, അവൾ സെയിം നിന്നെ പോലെ. ഇത് ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് കിട്ടേണ്ടതാ. മൂത്ത മരുമകൾ ആവേണ്ടെന്ന ഞാനാ. ഈ വള എനിക്കുള്ളതാ. കോഫി. നിങ്ങൾ എന്തിനാ ഈ കോഫി കൊണ്ടുവന്നേ? എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ കോഫി തന്നോണ്ടാണോ ഇപ്പൊ ഇത് കൊണ്ടുവന്നേ? അതുകൊണ്ടല്ല. ബട്ട് ഐ എം റിയലി സോറി. നിങ്ങൾ എന്തിനാ സോറി പറയുന്നേ? സോറി പറയാൻ വേണ്ടി നിങ്ങൾ എന്ത് തെറ്റാ എന്നോട് ചെയ്തത്? നീ ഇപ്പൊ എന്റെ വീട്ടിലല്ലേ? എന്റെ വീട്ടിൽ വരുന്നവരെ സന്തോഷം സമാധാനം അത് ഞാൻ നോക്കേണ്ടതല്ലേ? എന്റെ വീട്ടിൽ വന്ന് നിനക്കുണ്ടായ ഈ അപമാനത്തിന് ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അങ്ങനെയൊന്നും പറയണ്ട. ഇതങ്ങനെ മോശം ഉദ്ദേശം കൊണ്ട് നടന്നതല്ല. അവൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പെരുമാറുന്നേ. അതുകൊണ്ടാ അവൾക്ക് വേണമെന്ന് വാശി പിടിക്കുന്നതും. അപ്പൊ നിനക്കോ? മനസ്സിലായില്ല നിനക്ക്? അവൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നല്ലേ നീ പറഞ്ഞത്? അതുപോലെ നിനക്ക് വേറെ ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? പ്രണയം ഒരു പ്രാവശ്യം തോന്നിയാ പിന്നെ അതില്ലാണ്ടാക്കാൻ പറ്റില്ല. അതെപ്പോഴും ശാശ്വതമായിട്ട് ജീവനോടെ തന്നെ ഉണ്ടാവും. സോ നിനക്കും ആരോടോ ഇഷ്ടമുണ്ടെന്ന് അർത്ഥം. അതാരാണെന്ന് പറയോ? നിങ്ങൾക്കറിയില്ലേ? അമൂല്യ, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ചെറിയ ജോക്ക് പോലും മനസ്സിലാവില്ല.
മണ്ടൻ. അവ- എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഇനി ഞാൻ എങ്ങനെയാ പറയേണ്ടത്? പ്രണയം വാഗൊണ്ട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നേ പറയാനുള്ളൂ. ആന്റി, ഇത് നോക്കാന്റി, വളകള്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ജോലി ഏറ്റെടുത്താ അത് തീർക്കും. അത് പൂർണ്ണമാവുന്നത് വരെ ഞാൻ ആദ്യം നിന്ന് വിടില്ല. ആന്റിക്ക് വാക്ക് തന്നതുപോലെ ഞാൻ വളകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ആദ്യം ഈ വളകൾ അഴിച്ചു വെക്കും. അഴിച്ചു വെക്കാനോ? എന്തിനാ ആന്റി? ഇത് എനിക്ക് തരാൻ വേണ്ടിയല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്? ഇപ്പൊ എന്നോടിത് അഴിക്കാൻ പറയുന്നുണ്ടല്ലോ ആന്റി. ഈ വളകളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്റെ കൈകളല്ലേ ആന്റി? ചോദിക്കുന്നതിനോട് മറുപടി മാത്രം പറഞ്ഞാൽ മതി, അതിൽ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നതും എനിക്കിഷ്ടമല്ലേ. നീ ആദ്യം ഞാൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. നിന്റെ കയ്യെന്ന് വളകൾ അഴിച്ചു വെക്ക്. കാര്യങ്ങളിലും ദൈവം എനിക്ക് കുറെ ടാലൻസ് തന്നിട്ടുണ്ട്. പക്ഷെ ഹൈറ്റിൽ മാത്രം തന്നില്ല. കുറച്ചും കൂടെ ഹൈറ്റ് തന്നായിരുന്നെങ്കിൽ എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ പൂവിടാനുള്ള ഹൈറ്റ് എങ്കിലും തന്നൂടായിരുന്നോ? മാല എങ്ങനെ തന്നെ കെട്ടണമെന്ന് ആചാരമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ച് പ്രോബ്ലം ഒന്നും വരില്ല. എല്ലാരും നമ്മുടെ വീട്ടുകാരനല്ലേ, പുറത്തു നിന്ന് ആരും വരുന്നുമില്ല. അത് നീളമുള്ള വാഴയിലൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കണം. ഞാൻ ചെയ്യാലോ. പക്ഷെ നിങ്ങളിവിടെ മാല കെട്ടുന്നതിന് തിരക്കിലായി പോയില്ലേ? അയ്യോ ചേട്ടാ, ഈ മാല ഇടാനേ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിടാനൊരു ഹെൽപ്പ് ചോദിച്ചു. ഇതൊന്നും ഇടണമായിരുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇവര് വാഴയില കട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പോയി രംഗോലിപ്പൊടി എടുത്തോണ്ട് വരാം. അല്ല, രംഗോലിപ്പൊടിയിൽ എവിടെ ഇരിക്കുന്നത്? ഓ, ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? അത് അകത്ത് വേറെ നല്ല പൊടി ഇരിപ്പുണ്ട്, അത് ഞാൻ പോയി എടുത്തോണ്ട് വരാം. എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ടല്ലോ അല്ലേ?
മൂത്തളിയം വളരെ പ്രൊട്ടക്റ്റീവാണ്. ചെറിയ ചെറിയ കാര്യം പോലും പെണ്ണിനെ കൊണ്ട് ജയിക്കില്ല. സിദ്ധാർത്ഥ് താൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല വേദാന്ത്. താനെന്തോ പറഞ്ഞ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാണോ? ആദ്യം പറയാറുണ്ട് ഈയിടെയായിട്ട് എനിക്കെന്തോ പറ്റിയെന്ന്. അതന്നെ ആയിരിക്കും. ഇത് പേടിക്കാനൊന്നുമില്ല വേദാന്ത്. എനിക്ക് മനസ്സിലായില്ല. അതിലിപ്പോ പ്രത്യേകിച്ച് അർത്ഥം പറഞ്ഞുതരാനൊന്നുമില്ല വേദാന്ത്. പിന്നെ പറഞ്ഞുതരാം, വാ, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ ആദ്യം ഞാൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. ആദ്യം ഈ വളകൾ അഴിച്ചു വെക്ക്. ഇതാ എടുത്തോളൂ. വളകൾ കയ്യിൽ കിട്ടിയതുകൊണ്ട് എല്ലാം നടന്നുവെന്ന് നീ വിചാരിക്കൊന്നും വേണ്ട. ഇനിയും നടക്കാനുള്ള പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം നീ. അത് ആദ്യം തന്നെ ഡിസൈഡ് ആയതാണല്ലോ. ശരി, എന്താന്ന് വെച്ചാ പറയ്.